അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ, അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ സുജൂദിന്റെ കേന്ദ്രമാക്കി. ഖബറുകൾ സുജൂദ് ചെയ്യാന്നുള്ളത് ആരുടെ ചര്യയാണ് സഹോദര? മുസ്ലിമിന്റെ മാർഗമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാരൊക്കെ അതിനെതിർത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഖബറുകൾ സുജൂദുണ്ട്. ഖബറുകൾ നേർക്കുനേരെ സുജൂദ്. എത്രത്തോളമാണ് പ്രവാചകന്റെ ആ പ്രവചനം ഈ ഖൈറു ഉമ്മത്തിലൂടെ പ്രവചിക്കപ്പെടുന്നത്, പുലർച്ചയാകുന്നത് എന്നാണ് സഹോദര, മുജാഹിദ് പ്രസ്ഥാനത്തിനെ വിമർശിക്കുന്ന സഹോദര നോക്കിക്കാണുക. ഖബറുകളിലാണ് സുജൂദ്. അല്ലാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും അടുക്കുന്ന നേരമാണ് സുജൂദ് എന്ന് പറഞ്ഞ ആ സുജൂദ് എന്ന ആരാധന ഖബറുകളിലേക്ക് തിരിച്ചുവിടാൻ ഈ തരത്തിലുള്ള പണ്ഡിതന്മാർ ഫത്വ നൽകുകയാണ്. ഖബറുകൾ സുജൂദ് ആര് പഠിപ്പിച്ചു? ഇത് റസൂലുള്ള പഠിപ്പിച്ചോ? 4 ഖലീഫമാർ പഠിപ്പിച്ചോ? 4 ഇമാമുമാർ പഠിപ്പിച്ചോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ പഠിപ്പിച്ചോ? ഈ തരത്തിലുള്ള ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാരും മുസ്ലിയാക്കന്മാരും അല്ലാതെ അവർക്ക് എല്ലാത്തിനും ഫത്വയാണ്. കാരണം എന്താ? ആളുകൾ എന്താണോ, കൗം എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഫത്വ കൊടുക്കണം. ഖബറുകൾ സുജൂദ് ചെയ്യാൻ, ഈ തരത്തിൽ ഖബറുകൾ സുജൂദ് ചെയ്യാൻ എന്ത് രേഖയാണ് നിങ്ങളുടെ വശമുള്ളത്? നിങ്ങൾ മറുപടി വെച്ചോളൂ. ആ മറുപടി വ്യക്തമാക്കി സമൂഹത്തിന് കൊടുക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാന്ന് പറയുന്നത് ഞങ്ങളിത് വേറെ പ്രസ്ഥാനമായതുകൊണ്ടല്ല സഹോദര, നിങ്ങൾ അപ്പുറത്തും ഞങ്ങൾ ഇപ്പുറത്തുമായതുകൊണ്ടല്ല, മറിച്ച് ഖുർആനിലും സുന്നത്തിലും ശക്തമായി വിമർശിക്കപ്പെട്ടതുകൊണ്ടാണ്. റസൂലുള്ള മരണവേദന അനുഭവിക്കുന്ന നേരത്ത് പോലും പറഞ്ഞ ആ സംഗതി നടക്കുമ്പോ അത് എതിർക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്. സഹോദര, ഖബറുങ്കലാണ് ആ വീട് കിടക്കുന്നത്. പടച്ച തമ്പുരാന്റെ മുമ്പിൽ വീണ്, ഉളവെടുത്ത് വൃത്തിയോടെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വീണ് തനിക്ക് പറയേണ്ടതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന, എന്തും പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല അവസരം അത് ഖബറുങ്കിലേക്ക് തിരിച്ചുവിട്ടു. എന്നിട്ടോ അള്ളാനോട് പറയുന്നതൊക്കെ അവിടെ. പള്ളിയിൽ ചെന്നാ കരച്ചിന് വരാത്തവര് ഖബറുങ്ങ ചെന്നാ കരയാ. നോക്കൂ നിങ്ങൾ, ഖബറുങ്ങ ചെന്ന് കരയുന്ന രംഗം. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നിന്നാൽ കരച്ചിൽ വരുന്നില്ല, അവിടെ സങ്കടമില്ല, അവിടെ ബേജാറില്ല. പക്ഷേ ഖബറാളിയുടെ മുമ്പിലെത്തുമ്പോ അതാ കരഞ്ഞു കലങ്ങിയ മനസ്സോടെ അവിടെ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് പ്രാർത്ഥിക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കപ്പെട്ടവരുമാണ് ഖബറാളിയോട് തന്റെ സങ്കടം പറയുന്നത്. പാലക്കാട് ജില്ലയിൽ നാട്ടുകൽ വലിയുല്ലാഹി മഖാം. എന്തേ ഇപ്പൊ വലിയിന്റെ പേര്? മനുഷ്യന്റെ പേര് അവിടെ ഇല്ല. നാട്ടുകൽ വലിയുള്ള, വലിയുള്ളാന്റെ പേര് നാട്ടുകൽ എന്നാണ്. ഒരു കല്ല് പ്രത്യേകം ഇങ്ങനെ നാട്ടി വെച്ചൊക്കെയാണ്. അവിടുത്തെ ആളുകൾ പറഞ്ഞത്, മുത്തവല്ലി പറഞ്ഞത്, കല്ലിങ്ങനെ മീസാൻ കല്ലിങ്ങനെ അമിതമായി വളർന്നു എന്നാണ്. അപ്പോഴാണ് മമ്പറന്തങ്ങൾ ആ വഴിയിലൂടെ അങ്ങനെ പോയപ്പോ അവിടെയുള്ള ആളുകൾ പരാതി പറഞ്ഞു, ഈ കല്ല് അമിതമായി വളരുകയാണ്. അപ്പൊ ഒരൊറ്റ അടി വടി കൊണ്ട്, കയ്യിലുള്ള വടി കൊണ്ട്, അപ്പൊ വീണെടുക്കുന്നതാണ് ആ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചത്. കല്ലിന്റെ ഒരു കല്ലിന് പ്രത്യേകം ബിൽഡിംഗ് ഉണ്ടാക്കി, ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ആ കല്ല്. ആ കല്ല് വളർന്നില്ല എന്നുള്ള ഉദാഹരണമാണ് ആ ബിൽഡിംഗ് കിട്ടിയ അന്നു മുതൽ. എന്താ കാരണം? ബിൽഡിംഗ് തുളച്ചു പോകേണ്ട കല്ല് ഇല്ല, അത് കാണുന്ന അന്നു മുതൽ ആ വലിപ്പാണ്. പക്ഷെ ആളുകൾ പറയുന്നത് അമിതമായി വളർന്നതാണ്. കല്ലിനെ പൂജിക്കുന്നുണ്ടില്ലേ? കല്ലിനെ പൂജിക്കുക ആര്? ഖൈറുമ്മത്തിന്റെ ആളുകൾ. എന്നിട്ട് ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഫത്വ. ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ ഒരു കല്ല് അതാണ് ഹജറുൽ അസ്വദ്. ആ കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാ, ഹദീസ് പഠിപ്പിച്ചതാ. ആ കല്ല് പോലും തൊടുമ്പോഴും ചുംബിക്കുമ്പോഴും ഒരു മുസ്ലിമിന്റെ മനസ്സെന്തായിരിക്കണം? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, യാ ഹജർ ഇന്നക ഹജർ ലാ തളുർ വലാ തൻഫഉ വലൗലാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. എന്റെ ഹബീബായ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ചുംബിക്കാൻ ഈ ഉമറിന് കിട്ടുകയില്ല എന്ന് പറഞ്ഞ കല്ലേതാ? ഹജറുൽ അസ്വദ്. എന്നിട്ടാണ് ഏതോ ഒരു കല്ല്. എന്നിട്ട് പാടുള്ള മുത്തവല്ലി പറഞ്ഞെന്തറിയോ? ആ ചവിട്ടരുത് എന്ന് എഴുതി വെച്ച ആ കല്ലുണ്ടല്ലോ, അത് റോട്ട് വെക്കല. അപ്പൊ മാറി മാറി വരുന്ന ഗവൺമെന്റ് ഒക്കെ ശ്രമിച്ചു ആ കല്ലൊന്നാണ് എടുത്തിടാം. പക്ഷെ കല്ല് പൊന്തണ്ടേ, കറാമത്തിന്റെ കല്ലാണ്. ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങളൊരു 4 ആളെ ഏൽപ്പിച്ച ആ കല്ലിപ്പെടുത്തത്. ഒരു പേടിയില്ലേ?
ഗവൺമെന്റ് പറഞ്ഞ മനുഷ്യന്മാരല്ലേ, അന്ധവിശ്വാസികളല്ലേ, പേടിക്കാക്കോ? 4 മുജാഹിദീനെ ഏൽപ്പിച്ചാൽ മതി, നല്ല ആരോഗ്യമുള്ള ആ കല്ലിപ്പാട് പുഴക്കിത്തരാം, ഒരു പേടി ഞങ്ങൾക്കില്ല. തോള് വിരിക്കുന്ന പോലെ കായിടാണ് അവിടെ. തോള് വിരിക്കുന്നിടത്തോണെങ്കിൽ ആ ഡ്രൈവർമാരൊക്കെ എങ്ങനെങ്കിലും തടിയപ്പി കൊടുക്കാതൊക്കെ നോക്കും. ഇവിടെ ഇപ്പൊ ആരും കാവലൊന്നുമില്ല. ആ കല്ലിങ്ങനെ കിട്, ആ കല്ലിന് പണം ഇട്ടിട്ടേ ഡ്രൈവർമാര് പോകുള്ളൂ. വഴിയിലൂടെ പോകുന്ന ആളുകൾ അവിടെ എന്തെങ്കിലും കൊടുക്കും. എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത്? എന്നിട്ട് പേരോ നാട്ടുകൽ വലിയുള്ള. അവിടെ കബറുണ്ട്, പക്ഷെ ആ കബറിനല്ല സ്ഥാനം, ആ കബറുമുള്ള ഈ കല്ലിനാണ്. എന്നിട്ട് ആളുകൾ അതിനെ മെഴുകുതിരി വെച്ച് ചന്ദനത്തിരി കത്തിച്ച് പൂജിക്കുക. ആ കല്ലിനോട് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അവിടെ പോയി വല്ലെങ്കിലും നൽകിയാൽ തങ്ങൾക്ക് രക്ഷ കിട്ടും, അനുഗ്രഹങ്ങൾ കിട്ടുമെന്നാണ് ആരാ പറയുന്നത്? അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവൻ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ് എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ചോദിച്ചില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, നിന്റെ മനസ്സിൽ എത്ര ഇലാഹാടോ? ഏതാ ഇലാഹ്? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. പടച്ചോന് പുറമെ സഹായം കിട്ടുമെന്ന് കരുതി, രക്ഷ കിട്ടുമെന്ന് കരുതി എവിടൊക്കെ അഭയം തേടുന്നോ അതൊക്കെ നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എത്ര തവണ ഉച്ചരിച്ചാലും നിനക്കതിന്റെ ഫലം ലഭ്യമല്ല. ഫതുഹുർ റബ്ബാനിയിൽ ഫുതൂഹുൽ ഗൈബി എന്ന ഗ്രന്ഥത്തിൽ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ആ അവസ്ഥയെ കണ്ടത്, കബറിങ്ങ കാണുന്നതും അതേപോലെ കല്ലിനെ പൂജിക്കുന്നത്. ഇനി പാലക്കാട് ജില്ലയിൽ തന്നെ പുത്തരിപ്പാടം എന്നൊരു പ്രദേശമുണ്ട്. പുത്തരിപ്പാടം, അവിടെ എന്താ നിങ്ങള് കബറേ ഇല്ല. ഒരു വലിയൊരു കുറെ സ്ഥലം ഭൂമി, അവിടെ ഒരു മരത്തുമെന്നൊരു വള്ളി ഇങ്ങോട്ട് താന്ന് എടുക്കുന്നുണ്ട്. ആ മരത്തുമ്പ കൂടെ വേറൊരു വള്ളി ചുറ്റിക്കണ്. അതിനാണ് ഇപ്പൊ ഈ ജാറം മൂടുന്നത്. അതിമ കാണിക്ക സമർപ്പിക്കുക, മരത്തിനെ ആരാധിക്കുക, മരവള്ളി. ആ വെളുത്ത് കാണേണ്ടി നിങ്ങള്. വിവാഹം കഴിഞ്ഞ നാളുകൾ കുറെയായി, കുട്ടികളില്ലാത്ത ദമ്പതിമാർ ചെന്ന് എന്ത് ചെയ്യണം? അവിടുന്ന് മുസ്ലിയാര് പറഞ്ഞെന്നാണ് ഒരു തൊട്ടിയമ്മ കെട്ടിക്കൊടുക്കുക, എന്നാ കുട്ടികളുണ്ടാവും എന്നാ വിശ്വാസം. ആരാ അതൊക്കെ ചെയ്യണത്? ഏതെങ്കിലും ഇതര മതസ്ഥരുടേതല്ല. ഖൈർ ഉമ്മത്ത്, പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ വചനം മനസ്സിലും കയ്യിലുമുള്ള ആളുകളാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. സംശയം വേണ്ട. മുജാഹിദുകൾ ഇങ്ങനെ സ്ക്രീൻ ഉണ്ടാക്കി ചിലർക്ക് പ്രസംഗിച്ചപ്പോ അതൊക്കെ മുജാഹിദുകൾ ഇങ്ങനെ ഇപ്പൊ എല്ലാത്തിലും പറ്റൂല, കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലൊക്കെ ആളെ തലടക്കം മാറ്റണല്ലേ, പിന്നല്ല ഇപ്പൊ ഒരു മരം എന്നാ ചില മുസ്ലിയാക്കന്മാരെ പ്രസംഗിക്കണത്. നിങ്ങൾ പോയി നോക്കി പുത്തരിപ്പാടം, ഞാൻ പറഞ്ഞ സ്ഥലം അവിടെ ഇല്ലേ, ഈ മുസ്ലിയാർ അവിടെ കാണും. ഇപ്പൊ മാറി ഡ്യൂട്ടി മാറിയിക്കണമെന്നറിയില്ല. മൂപ്പര് പറഞ്ഞതാ ആളുകളോട് പറഞ്ഞ് ഇവിടെ വന്നിട്ട് നല്ല മാറ്റമാണ് എന്നാ, എല്ലാം കിട്ടുന്നുണ്ട് നോക്കി നിങ്ങൾ. എന്നിട്ട് ആ മരത്തിലേക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക, ആമീൻ പറയുക ബാക്കിൽ നിന്നിട്ട്. എല്ലാം അവിടെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മരത്തിന്റെ അടിയിൽ വന്ന് ആ മരത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അഭയം തേടുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ആ മരത്തണലിൽ വെച്ച് ബൈഅത്ത് ചെയ്തപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചില മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മരമല്ലേ എന്ന് കരുതി മരച്ചുവട്ടിലേക്ക് പോയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എന്താ ചെയ്തത്? ആ മരം അതിന്റെ മരടക്കം ഭൂമി നാട് പിഴുതു മാറ്റി. മരം വെട്ടിയാ പിന്നെ മുളക്കുന്നു കരുതിയിട്ട് മരടക്കാണ് പിഴുതു മാറ്റി. എന്തേ കാരണം? ഇനി അതവിടെ വരരുത്, ബഹുദൈവാരാധന മാറ്റിയതാ. ആ ഉമറുൽ ഫാറൂഖിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്നത്. സഹാബത്തിനോട് ബന്ധം ഞങ്ങൾക്കാണ്, സഹാബത്തിനെ ബഹുമാനിക്കുന്നവർ പിൻപറ്റുന്ന ഞങ്ങളാണ്, മുജാഹിദുകൾ സഹാബികളെ തള്ളുന്നവരാണ് എന്ന് പറയുന്നവരാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. എന്താ കാരണം? ഒക്കെ തന്നെ ആരോടും പ്രാർത്ഥിച്ചോളൂ, എവിടെയും പോയി കുമ്പിട്ടോളൂ, സുജൂദ് ചെയ്തോളൂ, ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി.